എല്ലാവർക്കും ഇ-ലേൺ വിത്ത് വിജയഗിരിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു കെമിസ്ട്രിയിൽ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ സോളിഡ് സ്റ്റേറ്റ് എന്നാൽ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, രണ്ട് തരത്തിലുള്ള സോളിഡുകൾ, ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ്, ഇവയുടെ പ്രത്യേകതകൾ എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത്രയാണ് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ചർച്ച ചെയ്തത്. So we have seen that solids are the substances in which the constituent particles are closely packed. They have definite mass, volume and shape. The distance between the constituent particle is less and the force is strong. It has an intermolecular force of attraction and that force is too strong in solids, and the constituent particles cannot move from one part to another part. They can only oscillate and they are incompressible and rigid. ഇതാണ് നമ്മൾ സോളിഡിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. ഈ സോളിഡിന് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിലൊന്നാമത്തെ തരം ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് order of the constituent particles or how the constituent particles are arranged in the solid substance. Based on that arrangement, we classified solids into crystalline solids and amorphous solids. Okay, so in this video we are studying another classification, and the classification is based on the nature of particles and binding force. This is based on the nature of particles, nature of constituent particles and the binding force between the constituent particles inde നേച്ചറിനും അവ തമ്മിൽ അട്രാക്റ്റ് ചെയ്ത് കിടക്കുന്ന ബൈൻഡിങ് ഫോഴ്സിൻ്റെ നേച്ചറിനും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ രണ്ടാമത്തെ തരം ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ബൈൻഡിങ് ഫോഴ്സസ്. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മൾ സോളിഡുകളെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്? On the basis of nature of particles and binding force between the particles, crystalline solids are classified into 4. പാർട്ടിക്കിളിൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലും അവയ്ക്കിടയിലുള്ള ബൈൻഡിങ് ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് സോളിഡുകളെ എത്രയായി തരംതിരിക്കാം? 4ആയി തരംതിരിക്കാം. ഏതൊക്കെയാണവ? ഒന്നാമത്തെ സോളിഡ് എന്ന് പറയുന്നത് മോളിക്യുലാർ സോളിഡ്സ്, രണ്ടാമത്തത് അയോണിക് സോളിഡ്സ്, മൂന്നാമത്തത് മെറ്റാലിക് സോളിഡ്സ്, നാലാമത്തത് കോവാലൻ്റ് സോളിഡ്സ്. ഓക്കെ, അപ്പോൾ ബൈൻഡിങ് ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ കാണപ്പെടുന്ന കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രയായി തിരിക്കാം? വി ക്യാൻ ഡിവൈഡ് ദ സോളിഡ്സ് ഇൻറ്റു 4 different types. They are molecular solids, ionic solids, metallic solids and covalent solids. ഒന്നുകൂടെ പറയാം. On the basis of nature of particles and the binding force between that particles, crystalline solids can be classified into molecular solids, ionic solids, metallic solids and covalent solids. Okay, ഇനി നമുക്കിതിൽ ഓരോന്നിനെക്കുറിച്ചും പഠിക്കാം. വാട്ട് ആർ മോളിക്യുലാർ സോളിഡ്സ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യുലാർ സോളിഡ്സ്, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മോളിക്യുലാർ സോളിഡ്സ്. ഓക്കെ,
മോളിക്കുലാർ സോളിഡ്സ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിലുള്ള കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് എന്താണ്? മോളിക്യൂൾസ് ആണ്. അപ്പോൾ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള സോളിഡുകളെയാണ്? ഇൻ വിച്ച് ദ കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ്. മോളിക്കുലാർ സോളിഡ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് മോളിക്കുലാർ സോളിഡുകളെ ഡിവൈഡ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഡിവിഷൻ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ഓക്കെ, രണ്ടാമത്തത് പോളാർ മോളിക്കുലാർ സോളിഡ്സ്. മൂന്നാമത്തത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മോളിക്കുലാർ സോളിഡ്സ് ആണ്. ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കണം. ഞാൻ ഈ സ്ലൈഡുകളിൽ കാണിച്ചിട്ടില്ല, നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചാൽ വളരെ നന്നായിരിക്കും. ഈ ക്ലാസിഫിക്കേഷനുകൾ നമ്മൾ കൊടുക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡുകൾക്കാണ്. ഓക്കെ, ഈ മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, കോവാലൻ്റ് സോളിഡ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് തരം സോളിഡുകൾക്കാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. ക്രിസ്റ്റലൈൻ സോളിഡുകൾക്കാണ് ഈ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ്. അതിൽ മോളിക്കുലാർ സോളിഡ് എന്ന് പറയുന്നതിന് നമ്മൾ ഫർദർ വി ആർ ക്ലാസിഫൈയിങ് ഇറ്റ് ഇൻ ടു 3 ഡിഫറെൻറ്റ് ടൈപ്സ്. ദേ ആർ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. പോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോളിക്യൂൾ എടുത്താൽ ആ മോളിക്യൂളിന് 2 പോളുകളുണ്ടെങ്കിൽ, 2 ധ്രുവങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? പോളാർ എന്ന് വിളിക്കാം. അങ്ങനെ ഇല്ല എങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? നോൺ പോളാർ എന്ന് വിളിക്കും. അപ്പോൾ ധ്രുവങ്ങൾ, ഈ പറയുന്ന ധ്രുവങ്ങൾ എന്ന് പറയുന്നത്, പോളുകൾ എന്ന് പറയുന്നത് ആ മോളിക്യൂളിലെ 2 ആറ്റങ്ങൾക്കും ലഭിക്കുന്ന പാർഷ്യൽ ചാർജസ് കാരണമാണ് പോളുകളായിട്ട് കാണപ്പെടുന്നത്. എന്താണ് കാരണം? പാർഷ്യൽ ചാർജസ്. ഫുൾ ചാർജുള്ള മോളിക്യൂൾസ് ഉണ്ടാവും, എന്നാൽ നമ്മൾ 2 പോളുകൾ എന്ന് പറയുമ്പോൾ അതിൽ കംപ്ലീറ്റ് ചാർജസിന് പകരം നമ്മൾ എപ്പോഴും ഊന്നൽ കൊടുക്കുന്നത് എന്തിനാണ്? പാർഷ്യൽ ചാർജുകൾക്കാണ്. ഓക്കെ, അപ്പോൾ പോളാർ എന്ന് പറഞ്ഞാൽ 2 ചാർജുകൾ, ഒരു പോസിറ്റീവ് പാർട്ടും ഒരു നെഗറ്റീവ് പാർട്ടും ഒരു മോളിക്യൂളിന് നമുക്ക് പറയാമെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോളാർ മോളിക്യൂൾസ് എന്ന്. അപ്പോൾ നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഉണ്ടാവില്ല, ചാർജ് സെപ്പറേഷനൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയുള്ള മോളിക്യൂൾസ് ആണ് ഉൾപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മോളിക്കുലാർ സോളിഡ്സ്. അപ്പോൾ ഹിയർ ദ കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ ഐദർ ആറ്റംസ് ഓർ നോൺ പോളാർ മോളിക്യൂൾസ്. അപ്പോൾ ഒന്നുകിൽ ആറ്റങ്ങളാവാം, അതല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂളുകളാവാം. ഏതിൽ? നോൺ പോളാർ മോളിക്കുലാർ സോളിഡിൽ. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഹൈഡ്രജൻ മോളിക്യൂൾ, H2, ക്ലോറിൻ മോളിക്യൂൾ, Cl2, അയോഡിൻ, I2. ഇതൊക്കെ എന്തിനുദാഹരണങ്ങളാണ്? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിന് ഉദാഹരണം. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഈ 2 ആറ്റങ്ങളെ, 2 ഹൈഡ്രജൻ ആറ്റങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്നത്, 2 ക്ലോറിൻ ആറ്റങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്നത് ഇത് വളരെ വീക്കായിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അതിനെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും, ലണ്ടൻ ഫോഴ്സസ് എന്നോ വാൻഡർവാൾസ് ഫോഴ്സസ് എന്നോ വിളിക്കാം. അപ്പോൾ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഏതിലുള്ളത്? നോൺ പോളാർ മോളിക്കുലാർ സോളിഡുകളിൽ ഉള്ളത്. ഓക്കെ, ദീസ് ആർ സോഫ്റ്റ് സോളിഡ്സ് ആൻഡ് ആർ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇവയെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡുകളെ നമ്മൾ എന്ത് വിളിക്കും? സോഫ്റ്റ് സോളിഡ്സ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇവർ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുകയില്ല. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടില്ല എന്ന് പറയാൻ ഒരു കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ദേ ആർ നോൺ പോളാർ, അതിൽ ചാർജൊന്നുമില്ല. ചാർജ് ക്യാരിയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സബ്സ്റ്റൻസിന് എന്ത് കടത്തിവിടാൻ പറ്റുള്ളൂ? ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ചാർജിൻ്റെ യാതൊരു അംശവും ഇല്ല.
അതുകൊണ്ട് അതെന്ത് കടത്തിവിടില്ല, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടില്ല. ദേ ആർ സോഫ്റ്റ് സോളിഡ്സ് ആൻഡ് ദേ ആർ ബൗണ്ടഡ് വിത്ത് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ നമുക്ക് പറയാം. ദേ ഹാവ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആൻഡ് ആർ യൂഷ്വലി ലിക്വിഡ് ഓർ ഗാഷ്യസ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എടുത്ത് നോക്കിയാൽ അത് ഒന്നുകിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും, അതല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. ആൻഡ് ദേ ഹാവ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തിൽ അറിയാനുള്ളത്? നോൺ പോളാർ മോളിക്യുലാർ സോളിഡിൽ അറിയാനുള്ളത്. അപ്പോൾ നോൺ പോളാർ മോളിക്യുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്? ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ മോളിക്യുലാർ സോളിഡ് എന്ന് പറയുന്ന ഒരു സബ് ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന 3 വിഭാഗം സോളിഡുകളിൽ ഒരു വിഭാഗമാണ് നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്. ഇതിൽ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. ആ മോളിക്യൂൾസിൻ്റെ നേച്ചർ എന്താണ്? ദേ ആർ നോൺ പോളാർ. അതൊന്നുകിൽ ആറ്റങ്ങളാവാം, അതല്ലെങ്കിൽ 2 ആറ്റങ്ങൾ ചേർന്ന മോളിക്യൂളാവാം. ദേ ആർ നോൺ പോളാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് ഹൈഡ്രജൻ മോളിക്യൂൾ പറയാം, ക്ലോറിൻ മോളിക്യൂൾ പറയാം. ഇവയ്ക്ക് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനത്തെ ആയിരിക്കും? വളരെ വീക്കായിരിക്കും. ദേ ആർ ബൈൻഡഡ് ബൈ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഏതൊക്കെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും നമുക്ക് പറയാം? ലണ്ടൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ആവാം, അതല്ലെങ്കിൽ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ആവാം. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഇത് നോൺ പോളാർ ആയതുകൊണ്ട് തന്നെ ദേ കനോട്ട് പാസ് ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് അവർ നോൺ കണ്ടക്ടേഴ്സ് ആയിരിക്കും. ആൻഡ് ദേ ആർ സോഫ്റ്റ് സോളിഡ്സ്. അവരുടെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആൻഡ് ദേ വർ സീൻ ഇൻ ഗ്യാഷ്യസ് ഓർ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നോൺ പോളാർ മോളിക്യുലാർ സോളിഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം, പോളാർ മോളിക്യുലാർ സോളിഡ്. അപ്പോൾ പോളാർ മോളിക്യുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആയിരിക്കും. ആ മോളിക്യൂൾസ് എങ്ങനെയുള്ളതായിരിക്കും? പോളാർ നേച്ചറുള്ളതായിരിക്കും. അതിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഹിയർ ദ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ പോളാർ മോളിക്യൂൾസ് ലൈക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജനും ഉണ്ട് ക്ലോറിനും ഉണ്ട്, 2 ആറ്റങ്ങൾ. ഈ 2 ആറ്റങ്ങളുടെയും പ്രോപ്പർട്ടീസ് വേറെ വേറെയാണ്. 2 ആറ്റങ്ങളുടെയും പ്രോപ്പർട്ടീസ് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഇതിൽ ഒരാറ്റം ഇലക്ട്രോ നെഗറ്റീവാണ് മറ്റേതിനേക്കാൾ കൂടുതൽ. ഇലക്ട്രോ നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറുക. അത് എപ്പോഴാണ് ഉണ്ടാവുക? ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തേക്ക് വലിക്കാനുള്ള ശക്തി കൂടുമ്പോൾ. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഏതിനാണ് ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശക്തി കൂടുതലുള്ളത്, കഴിവ് കൂടുതലുള്ളത്? ക്ലോറിൻ. അപ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയുന്നത് ക്ലോറിൻ ആറ്റത്തിൻ്റെ അടുത്തേക്ക് ചാഞ്ഞ് നിൽക്കും. അപ്പോൾ അതിനെന്ത് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. ആ നെഗറ്റീവ് ചാർജ് ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിനെ ആര് അട്രാക്റ്റ് ചെയ്തെടുത്തു? നമ്മൾ പാർട്ടിക്കിൾ നേച്ചറാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നതെങ്കിൽ നമ്മൾക്ക് പറയാം ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ ഹൈഡ്രജൻ സ്റ്റേബിളായി എന്ന് പറയും. ക്ലോറിന് ഒക്ടറ്റ് റൂൾ ഉണ്ടാവും, 8 ഇലക്ട്രോൺ പുറത്തേക്ക് വരും, പുറത്തെ ഷെല്ലിൽ വരും. അപ്പോൾ അതിനും എന്താവും? സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ 2 എണ്ണത്തിനും 2 ചാർജ് കിട്ടി. ഒന്നിന് പോസിറ്റീവ് ചാർജും കിട്ടി, ഒന്നിന് നെഗറ്റീവ് ചാർജും കിട്ടി. അപ്പോൾ നമ്മളതിനെ എന്ത് വിളിക്കും? പോളാർ മോളിക്യൂൾ എന്ന് വിളിക്കും. അങ്ങനെയുള്ള പോളാർ മോളിക്യൂൾസാണ് ഒരു സോളിഡിലുള്ളത് എങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? പോളാർ മോളിക്യുലാർ സോളിഡുകൾ എന്ന് വിളിക്കും. ഓക്കെ, ദ ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഈസ് റിലേറ്റീവ്ലി സ്ട്രോങ് ഡൈപോൾ ഇൻട്രാക്ഷൻ. ഡൈപോൾ ഇൻട്രാക്ഷനാണ് ഇതിനിടയ്ക്കുന്നത്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, ഇലക്ട്രിക് ഡൈപോൾ. എന്താ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഒന്ന് +q ആണെങ്കിൽ മറ്റേത് -q ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? സൈന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ റിജിഡ് ഡിസ്റ്റൻസ്. ഒരു കൃത്യമായ ഡിസ്റ്റൻസ് വഴി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വന്നാൽ അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈപോൾ. ഇവിടെ ഹൈഡ്രജന് എത്ര പോസിറ്റീവ് ചാർജ് കിട്ടിയോ അത്ര തന്നെ നെഗറ്റീവ് ചാർജാണ് ആർക്ക് കിട്ടുന്നത്?
ക്ലോറൈഡ് അയോണിന് കിട്ടുന്നത്. സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. പക്ഷേ ഹൈഡ്രജന് കിട്ടുന്നത് പോസിറ്റീവ് ചാർജും മറ്റേതിന് കിട്ടുന്നത് എന്താണ്? നെഗറ്റീവ് ചാർജും. ഇതിൻ്റെ റിജിഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ? ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ബോണ്ട് ലെങ്ത് എത്രയാണോ അത് കൃത്യമാണ്. ആ കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസിൽ ഹൈഡ്രജൻ്റെ പോസിറ്റീവ് വാല്യൂവും പോസിറ്റീവ് ചാർജും ക്ലോറൈഡിൻ്റെ നെഗറ്റീവ് ചാർജും ഈക്വലാണ്, മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വലാണ്. രണ്ടെണ്ണത്തിൻ്റെയും ചാർജ് മാത്രം വ്യത്യാസം. അപ്പോൾ അതെന്ത് ഫോം ചെയ്തു? ഒരു ഡൈപോൾ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഡൈപോൾ ഇൻട്രാക്ഷനാണ് എന്തിന് ചാർജ് കൊടുക്കുന്നത്, എന്തിന് ബൈൻഡിങ് ഫോഴ്സ് കൊടുക്കുന്നത്? ഈ പോളാർ മോളിക്കുലാർ സോളിഡിൽ ബൈൻഡ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡിനും കാർബൺ ഡയോക്സൈഡിനും സൾഫർ ഡയോക്സൈഡിനും ഒക്കെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ഡൈപോൾ ഇൻ്ററാക്ഷൻ കാരണം ഉണ്ടാവുന്ന ഒരു സ്മോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, നമ്മളതിനെ ഡൈപോൾ മൊമെൻറ്റം എന്ന് പറയും. ഇലക്ട്രിക് ഡൈപോളിൻ്റെ മൊമെൻറ്റം, അതാണ് അതിൻ്റെ ഇടയിലുള്ള ശക്തി. അതാണ് ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ബൈൻഡിങ് ഫോഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ദീസ് ആർ സോഫ്റ്റ്. ഇതും സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇതിനും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഇലക്ട്രിക് കാരിയേഴ്സായിട്ട് ഒരു പോസിറ്റീവ് ചാർജിന് മറ്റൊരു നെഗറ്റീവ് ചാർജ് അത് ക്യാൻസൽ ചെയ്ത് പോവാണ്. അതുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രിസിറ്റിയെ വഹിച്ചു കൊണ്ടുപോകാനുള്ള ഫ്രീ അയോണുകളോ ഫ്രീ ഇലക്ട്രോണുകളോ ഒന്നും തന്നെ എന്തിലുണ്ടായിരിക്കില്ല. ഒരു ഹൈഡ്രജൻ്റെ പോസിറ്റീവ് ചാർജിനെ കളയാൻ അപ്പുറത്ത് എന്തുണ്ട്? ഒരു ക്ലോറിൻ്റെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, അതിൽ ചാർജൊന്നുമില്ല. സോ ദേ ആർ ഓൾസോ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ദെയർ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആർ ഹയർ ദാൻ ദോസ് ഓഫ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡിനേക്കാൾ കൂടുതൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്തിനുണ്ട്? പോളാർ മോളിക്കുലാർ സോളിഡുകൾക്ക് ഉണ്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം ആർ ഗ്യാസസ് ഓർ ലിക്വിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇവയും കാണപ്പെടുന്നത് എന്തായിട്ടാണ്? ഒന്നുകിൽ ഗ്യാസ് ആയിട്ടാണ്, അതല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതാണ് എന്തിൻ്റെ പ്രത്യേകതകൾ? പോളാർ മോളിക്കുലാർ സോളിഡുകളുടെ പ്രത്യേകത. അപ്പോൾ പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോളിക്യൂളിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലുള്ള വ്യത്യാസം കാരണം രണ്ട് പോളുകളായി, രണ്ട് ധ്രുവങ്ങളായി മാറ്റപ്പെട്ട് കാണുന്ന ചില മോളിക്യൂളുകളുണ്ട്. ഇതിന് കാരണം എന്താ? ഒരു ആറ്റത്തിൻ്റെ രണ്ട് ആറ്റങ്ങളുടെയും ഒരു മോളിക്യൂളിലെ രണ്ട് ആറ്റങ്ങളിലെയും ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വ്യത്യാസം കാരണം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഇലക്ട്രോണിനെ മറ്റേ ആറ്റം എന്ത് ചെയ്യും? കൂടുതൽ അടുപ്പിച്ച് നിർത്തും. അപ്പോൾ ആ ആറ്റത്തിന് നെഗറ്റീവ് ചാർജും മറ്റേ ആറ്റത്തിന് പോസിറ്റീവ് ചാർജും കിട്ടും. അങ്ങനെയുള്ള ഡൈപോൾ ഇൻട്രാക്ഷൻ വഴി ആ രണ്ട് ആറ്റങ്ങളും ബൈൻഡ് ചെയ്ത് നിർത്തപ്പെടും. ഇത് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. എന്നാൽ നോൺ പോളാർ മോളിക്കുലർ സോളിഡിനേക്കാൾ കൂടുതൽ മെൽറ്റിംഗ് പോയിൻ്റ് ഇവയ്ക്കുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ at gaseous or liquid state at room temperature and pressure. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാം ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹൈഡ്രജൻ ബോണ്ടെന്ന്. ഹൈഡ്രജൻ്റെ ഒരു പ്രത്യേകത കാരണം ഉണ്ടാകുന്ന ബോണ്ടുകളാണ് ഹൈഡ്രജൻ ബോണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസം കാരണം ഹൈഡ്രജന് പാർഷ്യലായിട്ടുള്ള പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്തുള്ള മോളിക്യൂളിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് ഒരു ആക്ച്വൽ ബോണ്ട് ഉണ്ടാക്കുന്നതിന് പകരം ഒരു സോഫ്റ്റായിട്ടുള്ള ശക്തി കുറഞ്ഞ ഒരു ബോണ്ട് ആ പോസിറ്റീവിനും ഈ നെഗറ്റീവിനും ഇടയ്ക്ക് ഫോം ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹൈഡ്രജൻ ബോണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് കാരണം ഉണ്ടാകുന്ന മോളിക്കുലാർ സോളിഡുകളാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. ഹിയർ ദ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ് വിച്ച് കണ്ടെയ്ൻസ് ആറ്റംസ് ലൈക്ക് ഹൈഡ്രജൻ ആൻഡ് ഫ്ലൂറിൻ, ഓക്സിജൻ ഓർ നൈട്രജൻ. ഫ്ലൂറിൻ്റെ ഒപ്പം ഹൈഡ്രജൻ ചേർന്ന് നിൽക്കുക, നൈട്രജൻ്റെ ഒപ്പം ഹൈഡ്രജൻ അമോണിയ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, വാട്ടർ. ഇതൊക്കെ ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടാക്കുന്ന മോളിക്യൂളുകൾക്ക് എക്സാമ്പിളുകളാണ്. ഇവയ്ക്കൊക്കെ ഇതിൻ്റെയൊക്കെ സോളിഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ബൈൻഡിങ് ഫോഴ്സ് എന്താണ്? ഹൈഡ്രജൻ ബോണ്ടാണ്. റിലേറ്റീവ്ലി ഹൈ ബോണ്ടാണ് മറ്റേതിനെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അത് ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ ഇടയിലല്ല നിൽക്കുക,
ഒരു മോളിക്യൂളിനും മറ്റൊരു മോളിക്യൂളിൻ്റെ നെഗറ്റീവ് ചാർജ്, ഒരു മോളിക്യൂളിൻ്റെ രണ്ടും തമ്മിലുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞത് തമ്മിലുള്ള വ്യത്യാസം ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂളിലെ തന്നെ ആ സിംഗിൾ മോളിക്യൂളിലെ ഹൈഡ്രജനും ക്ലോറിനും ഇടയ്ക്കാണ് ഈ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ പറയുന്നത്. അതേസമയം ഹൈഡ്രജൻ ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ മോളിക്യൂളിൻ്റെ ഇടയ്ക്കല്ല അത് ഫോം ചെയ്യുന്നത്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മോളിക്യൂളുകൾക്ക് ഇടയ്ക്കാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. They are non-conductors of electricity and are volatile solids or soft solids at room temperature and pressure. എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടറും അമോണിയവും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോളിഡിന് എക്സാമ്പിളാണ്. അടുത്തത് അയോണിക് സോളിഡ്സ്. അതെന്താണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ മോളിക്യുലാർ സോളിഡാണ് പറഞ്ഞു കഴിഞ്ഞത്. അയോണിക് സോളിഡിൽ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്താണ്? അയോണുകളാണ്. ഓക്കെ, അയോണുകളാണ് കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസായിട്ട് കാണപ്പെടുന്നത്. ഇവിടെ അയോണുകൾ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്താ? ഒന്നുകിൽ ഒരു ഫുൾ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് വഹിക്കുന്ന ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോണുകൾ എന്ന് വിളിക്കുന്നത്. H+ എന്ന് പറയുന്നത് അയോണ്, Cl- എന്ന് പറയുന്നത് അയോണ്. അപ്പോൾ ഇതൊരു ഫുൾ 100% പോസിറ്റീവ് ചാർജ്, ഒരു കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റിനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാർഷ്യൽ ചാർജ് അല്ല, ഫുൾ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഫുൾ നെഗറ്റീവ് ചാർജ്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോണുകൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. ഇലക്ട്രിക്കൽ ഫോഴ്സാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് എന്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നത്? ഈ അയോണിക് ബോണ്ടുള്ള മോളിക്യൂളുകൾക്കിടയ്ക്ക് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അയോണിക് ബോണ്ട് കാരണമാണ് ഈ സോളിഡുകൾ ഫോം ചെയ്തു വന്നിരിക്കുന്നത്. ദേ ആർ ഹാർഡ്, ബ്രിട്ടിൽ ആൻഡ് ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. ഹാർഡാണ്, ബ്രിട്ടിലാണ് ആൻഡ് ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. ഓക്കെ, ഇനി ദേ ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് സിൻസ് ദ അയോൺസ് ആർ നോട്ട് ഫ്രീ ടു മൂവ് അബൌട്ട്. ഫ്രീ സ്റ്റേറ്റ് എടുത്ത് അതിൻ്റെ സ്റ്റേറ്റ് അതെങ്ങനെയാണോ സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നത് ആ സോളിഡ് സ്റ്റേറ്റിൽ എടുത്ത് നോക്കിയെന്ന് വെച്ചാൽ അത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ല. എന്നാൽ അതിനെ മോൾട്ടൺ സ്റ്റേറ്റ് ആക്കിയാൽ, അതിനെ ഉരുക്കിയാൽ, അതിനെ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും മാറ്റിയാൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി തുടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉദാഹരണം പറയാം. ഇപ്പോൾ വെള്ളം എടുത്തു എന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലക്കിയെന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ ആ സോഡിയം ക്ലോറൈഡ് Na+ അയോണും Cl- അയോണുമായിട്ട് മാറും. അതേസമയം സോഡിയം ക്ലോറൈഡായിട്ട് നിൽക്കുമ്പോൾ അതിൽ നമുക്ക് ഈ Na+ഉം Cl- അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അതേസമയം അതിനെ വെള്ളത്തിലാക്കിയെന്ന് വെച്ചാൽ Na+ ഒരു ഭാഗത്തേക്ക് പോകും, Cl- ഒരു ഭാഗത്തേക്ക് പോകും. അതിനെ നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്, അത് ഒരു സൊല്യൂഷനാക്കി മാറ്റുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അയോണുകൾക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടും? മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് ഫ്രീ അയോണുകളായിട്ട് ഇങ്ങനെ കിടക്കും. ആ സൊല്യൂഷൻ മുഴുവനായിട്ട് നോക്കിയെന്ന് വെച്ചാൽ അതിൽ ചാർജൊന്നും ഉണ്ടാവില്ല. കാരണം പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്ത് പോകും. അതേസമയം അതിലുള്ള അയോണുകൾ മുഴുവൻ ഫ്രീ ആയിട്ട് കിടക്കുക, ഫ്രീ അയോണുകളാണ്, ഫ്രീ ചാർജാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ ഇലക്ട്രിസിറ്റിക്ക് സുഖമായിട്ട് കടന്നു പോകും. എന്നാൽ മോൾട്ടൺ സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ, അതല്ലെങ്കിൽ ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഇത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ ഈ Na+ഉം Cl- ബൗണ്ട് ചെയ്ത് കിടക്കുകയാണ് അവിടെ. അപ്പോൾ ആ പോസിറ്റീവിനെ ഈ നെഗറ്റീവ് ഇല്ലാണ്ടാക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിലൊരു നെറ്റ് ചാർജ് ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് കടന്നു പോകില്ല? ഇലക്ട്രിസിറ്റി കടന്നു പോകില്ല. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ അയോണിക് സോളിഡുകൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ഇൻസുലേറ്റേഴ്സാണ്. ബട്ട് ഇൻ ദ മോൾട്ടൺ ഓർ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്, മോൾട്ടൺ സ്റ്റേറ്റിലല്ലെങ്കിൽ അതിനെ ഒരു സൊല്യൂഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ ദ അയോൺസ് വിൽ ബിക്കം ഫ്രീ ടു മൂവ്. അയോണുകൾക്ക് ഫ്രീഡം കിട്ടും, അത് മൂവ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രിസിറ്റിയെ നല്ല രീതിയിൽ കടത്തിവിടും. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അയോണിക് സോളിഡുകളെ കുറിച്ച് പഠിക്കാനുള്ളത്.
അയോണിക് സോളിഡ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഇൻ വിച്ച് ദ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ അയോൺസ്. The binding force between the particles are strong electrostatic force of attraction. They are hard, brittle and have high melting and boiling point. In the solid state, they are electrical insulators, but in the molten or dissolved state, they will carry electricity. They are good conductors of electricity as the ions became free to move. Okay. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ദേ ആർ മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡുകൾ. മെറ്റാലിക് സോളിഡ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ദേ കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് മെറ്റൽ അയോൺസ് വിച്ച് ആർ സറൗണ്ടഡ് ബൈ എ സീ ഓഫ് ഇലക്ട്രോൺസ്. മെറ്റൽ അയോണുകൾ നിറഞ്ഞിരിക്കുന്ന പാർട്ടിക്കിൾസാണ്, സോളിഡുകളാണ് എന്ത്? മെറ്റാലിക് സോളിഡ് എന്ന് പറയും. നിങ്ങളിതും മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കൺസെപ്റ്റാണ് സീ ഓഫ് ഇലക്ട്രോൺസ്. സീ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സോഡിയം മെറ്റൽ എടുത്താൽ, സോഡിയം മെറ്റൽ എന്ന് പറഞ്ഞാൽ അതിൽ എന്നെ പുറമെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പോൾ മെറ്റാലിക് ബോണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് ഒരു മെറ്റൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സോഡിയം മെറ്റൽ. ഈ സോഡിയത്തിൻ്റെ പുറമെ ഒരു ഇലക്ട്രോണാണുള്ളത്. ആ ഇലക്ട്രോണിനെ പുറത്ത് കളഞ്ഞാലേ അതിന് സ്റ്റെബിലിറ്റി കിട്ടും. പക്ഷേ ചുറ്റുമുള്ളത് മുഴുവൻ സോഡിയം ആറ്റങ്ങളാണ്. ഈ സോഡിയം പുറത്തേക്ക് കളയുന്ന ഇലക്ട്രോണിന് ആരും സ്വീകരിക്കില്ല, ആർക്കും വേണ്ട. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ സോഡിയവും ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് അങ്ങോട്ട് കളയും. അപ്പോൾ ആ സോഡിയം മെറ്റലിൽ നോക്കിയെന്ന് വെച്ചാൽ ഓരോ സോഡിയത്തിൻ്റെയും ഇലക്ട്രോണുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇലക്ട്രോൺ കളഞ്ഞ സോഡിയം എന്താവും? Na+ അയോണാവും. അപ്പോൾ സോഡിയം മെറ്റൽ എടുത്ത് നോക്കിയാൽ അതിൽ നിറയെ ഇലക്ട്രോണുകൾ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടാവും, Na+ ഉണ്ടാവും. അപ്പോൾ ഈ സോഡിയം മെറ്റൽ നമ്മുടെ കയ്യിലെടുത്തു എന്ന് വെച്ചാൽ അതിൽ നിറച്ചു ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും നമുക്ക് ഇലക്ട്രിസിറ്റി ഒന്നും അനുഭവപ്പെടില്ല. എന്താ കാരണം? ആ ഓരോ ഇലക്ട്രോണിൻ്റെയും ചാർജിന് ആ ഓരോ സോഡിയം അയോണിൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? നള്ളിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0. അപ്പോൾ അതിനെയാണ് നമ്മൾ സീ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുക. ആ ഒരു കൺസെപ്റ്റിനെയാണ് സീ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ആ സീ ഓഫ് ഇലക്ട്രോൺസിൽ കാണുന്ന ഈ ഇലക്ട്രോണുകളുടെ നെഗറ്റീവ് ചാർജും ഈ ഉണ്ടായ സോഡിയത്തിലെ അയോണുകളുടെ Na+ അയോണും ആ പോസിറ്റീവും നെഗറ്റീവും ചാർജുകൾക്കിടയ്ക്ക് വരും ആ ഒരു ബോണ്ടിങ്, ആ ഒരു ശക്തി, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റാലിക് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ മെറ്റാലിക് ബോണ്ടിലും പ്രവർത്തിക്കുന്നത് എന്ത് ബോണ്ട് തന്നെയാണ്? അയോണിക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നെയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നെയാണ് അവിടെയും പ്രവർത്തിക്കുന്നത്. പക്ഷേ അവിടെ 2 അയോണുകൾക്ക് ഇടയ്ക്ക് എന്നുള്ളതിന് പകരം ഒരു അയോണിനും ഒരു ഇലക്ട്രോണിനും ഇടയ്ക്ക്. ഒരു ഇലക്ട്രോണിനായാലും ഒരു ഫുൾ നെഗറ്റീവ് ചാർജാണ്, ഒരു സോഡിയം അയോണിനാണെങ്കിലും ഒരു ഫുൾ പോസിറ്റീവ് ചാർജാണ്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ബോണ്ട് ഈസ് നോൺ ആസ് മെറ്റാലിക് ബോണ്ട്. അങ്ങനെ മെറ്റാലിക് ബോണ്ട് കാരണം ഉണ്ടായിരിക്കുന്ന സോളിഡുകളാണ് മെറ്റാലിക് സോളിഡുകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് free electrons, they are good conductors of heat and electricity, malleable and ductile. മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ? അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും നമുക്ക് കഴിയും. എത്രത്തോളം നൈസായിട്ടുള്ള കനം കുറഞ്ഞ തകിടുകളാക്കാനും പറ്റും, നേർത്ത കമ്പികളാക്കി മാറ്റാനും ഇവയെ പറ്റും. ഓക്കെ, ആൻഡ് ദേ ഷോ മെറ്റാലിക് ലെക്സ്ചർ, തിളക്കം ഉള്ള വസ്തുക്കൾ കൂടെ ആണ്. ഇങ്ങനെയുള്ള സോളിഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റാലിക് സോളിഡുകൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, എല്ലാ മെറ്റൽസും ഈ വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ നമ്മൾ 3 എണ്ണത്തിനെ കണ്ടു. ഏതൊക്കെ കണ്ടു? മോളിക്കുലാർ സോളിഡ്, അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോൺ പോളാർ, പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. രണ്ടാമത് കണ്ടത് അയോണിക് സോളിഡ്, മൂന്നാമത്തത് മെറ്റാലിക് സോളിഡ്. ഇനി നാലാമത്തത് കോവാലൻ സോളിഡ്സ് ഓർ ദേ ആർ ഓൾസോ നോൺ ആസ് നെറ്റ്വർക്ക് സോളിഡ്. ഓക്കെ, ഇതെന്താണെന്ന് നോക്കാം. ഇവിടെ കൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് എന്ന് പറയുന്നത് കോവാലൻ്റ് ബോണ്ടുള്ള മോളിക്യൂളുകളാണ്. കോവാലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ?
ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുണ്ടാവുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോവാലൻ്റ് ബോണ്ടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കാം. ഹിയർ ദ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ ആറ്റംസ് ആൻഡ് ദ ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഈസ് സ്ട്രോങ് കോവാലൻ്റ് ബോണ്ട്. സ്ട്രോങ് കോവാലൻ്റ് ബോണ്ട് വഴി ബൈൻഡ് ചെയ്തിരിക്കുന്ന ആറ്റങ്ങൾക്കിടയ്ക്ക് ആറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന സോളിഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോവാലൻ്റ് ബോണ്ട് സോളിഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ് എന്ന് പറയും. ഉദാഹരണം കാർബൺ എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് കാർബൺ ആറ്റങ്ങൾ പരസ്പരം സ്ട്രോങ് കോവാലൻ്റ് ബോണ്ട് കൊണ്ട് പരസ്പരം ബോണ്ട് ചെയ്തുണ്ടാകുന്ന ഇതാണ് നമുക്ക് ഗ്രാഫൈറ്റും ഡയമണ്ടും ഒക്കെ ഉദാഹരണങ്ങളായിട്ട് പറയാം. They are very strong and brittle, have extremely high melting and are electrical insulators. Electrically insulators ആണ്, strong ആണ്, brittle ആണ്. ഓക്കെ, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും അവയ്ക്കുണ്ട്. ഉദാഹരണം എന്തൊക്കെയാണ് പറഞ്ഞത്? ഡയമണ്ട്, സിലിക്കൺ കാർബൈഡ്, കാർബോറാണ്ടം എന്ന പേരിലാണ് സിലിക്കൺ കാർബൈഡ് അറിയപ്പെടുന്നത്. ക്വാർട്സ്, ഗ്രാഫൈറ്റ്, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? കോവാലൻ്റ് ബോണ്ട്. ഇതിനെ നെറ്റ്വർക്ക് സോളിഡ് എന്ന് വിളിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഇതൊരു നെറ്റ് പോലെ ഉണ്ടാവും. നെറ്റ് ഇപ്പം നിങ്ങൾ ടെക്സ്റ്റിൽ നിങ്ങൾ ഡയമണ്ടിൻ്റെ കാർബൺ മോളിക്യൂൾസ് തമ്മിൽ കണക്റ്റ് ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, ഡയഗ്രമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരു നെറ്റ് ജനറേറ്റ് ചെയ്യുന്നത് പോലെ പരസ്പരം ഒന്നൊന്ന് പരസ്പരം കണക്ട് ചെയ്തുണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവയെ എന്ത് വിളിക്കുന്നത്? നെറ്റ്വർക്ക് സോളിഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ കോവാലൻ്റ് സോളിഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ് എന്ന് പറയുന്നതാണ് 4ാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ക്രിസ്റ്റലൈൻ സോളിഡുകളെ അവയുടെ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിൻ്റെ നേച്ചറിനനുസരിച്ചും അവയ്ക്കിടയിലുള്ള ബോണ്ടിങ്ങിനനുസരിച്ചും 4ആയി ഡിവൈഡ് ചെയ്യാം. മോളിക്യുലർ സോളിഡ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ് ആൻഡ് കോവാലൻ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. ഇതിൽ മോളിക്യുലർ സോളിഡ് എന്ന് പറയുന്നതിൽ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസാണ്. അതിനെ തന്നെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ മോളിക്യൂൾസിൻ്റെ നേച്ചർ നോൺ പോളാർ ആണെങ്കിൽ നോൺ പോളാർ മോളിക്യുലർ സോളിഡ്, പോളാർ ആണെങ്കിൽ പോളാർ മോളിക്യുലർ സോളിഡ്, ഹൈഡ്രജൻ ബോണ്ടാണുള്ളതെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡ് എന്ന് വിളിക്കും. കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് അയോണുകളാണെങ്കിൽ അവയെ അയോണിക് സോളിഡുകളെന്നും, കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിന് ഇടയ്ക്കുള്ള ബൈൻഡിങ് ഫോഴ്സ് മെറ്റാലിക് ബോണ്ടാണ്, അവ മെറ്റൽസ് ആണെങ്കിൽ അതിനെ മെറ്റാലിക് സോളിഡുകളെന്നും, സ്ട്രോങ് കോവാലൻ്റ് ബോണ്ട് കാരണം ബൗണ്ട് ചെയ്തിരിക്കുന്ന ആറ്റങ്ങളാൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ആ സോളിഡെങ്കിൽ അതിനെ കോവാലൻ്റ് സോളിഡ് അതല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ് എന്നും വിളിക്കും. ഇതാണ് 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞു കാർബണും ഗ്രാഫൈറ്റും കോവാലൻ്റ് സോളിഡുകളാണ്. അതിൽ ഗ്രാഫൈറ്റിന് ചില എക്സെപ്ഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊന്നാമത്തെ സോഫ്റ്റാണ്, അത് ഇലക്ട്രിസിറ്റി നന്നായിട്ട് കടത്തിവിടും, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. കോവാലൻ്റ് ബോണ്ട് സോളിഡുകൾ കടത്തിവിടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. ആൻഡ് ദേ ആർ നോട്ട് ഹാർഡ്, ഗ്രാഫൈറ്റ് ഈസ് സോഫ്റ്റ്. അപ്പോൾ ഇതതിൻ്റെ എക്സെപ്ഷണൽ പ്രോപ്പർട്ടിയാണ്. ഇൻ ഗ്രാഫൈറ്റ് carbon atoms are arranged in different layers and each atom is covalently bonded to 3 adjacent carbon atoms. ഗ്രാഫൈറ്റിൽ കോവാലൻ്റ് ബോണ്ടാണുള്ളത് കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക്. അതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? പല ലെയറുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരാറ്റം 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് കോവാലൻ്റ്ലി ബോണ്ടഡ് ആണ്. 3 അഡ്ജസൻറ്റ് 3 കാർബൺ ആറ്റംസുമായിട്ട് എന്തുണ്ട്? കോവാലൻ്റ് ബോണ്ട്. ദ 4th ഇലക്ട്രോൺ ഈസ് ഫ്രീ ടു മൂവ്. അപ്പോൾ 3 എണ്ണേ ഉള്ളൂ, 4ാമത്തെ ഒരു ബോണ്ടും കൂടെ ഉണ്ടാക്കും. 4ാമത്തെ ആൾ ഫ്രീ ആണ്. ഇത് എവിടേക്കാണ് മൂവ് ചെയ്യുന്നത്? ബിറ്റ്വീൻ ദ ഡിഫറൻറ്റ് ലെയേഴ്സ്. ഒരു ലെയറിൽ നിന്ന് മറ്റൊരു ലെയറിലേക്ക്, അടുത്തതിലേക്ക് ഇങ്ങനെ ആ ലെയറുകൾക്ക് ഇടയിൽ മൂവ് ചെയ്യാൻ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് 4th ഇലക്ട്രോൺസ്. ഓക്കെ, സോ ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഗ്രാഫൈറ്റിന് ഒരു എക്സെപ്ഷണൽ കേസാണ്. സാധാരണ കോവാലൻ്റ് സോളിഡ് എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സാണ്.
ഗ്രാഫൈറ്റിൻ്റെ എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നതിന് കാരണം അത് സോഫ്റ്റ് ആവാൻ, അത് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആവാൻ കാരണമെന്ന് പറയുന്നത് ഗ്രാഫൈറ്റിൽ കാർബൺ ആറ്റം പല ലെയറുകളായിട്ടാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരു കാർബൺ ആറ്റത്തിന് ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ. അപ്പോൾ 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിനി എത്ര ഇലക്ട്രോൺ വേണം? 4 ഇലക്ട്രോൺ കൂടെ വേണം. അപ്പോൾ 4 ഇലക്ട്രോൺ കൂടെ വേണമെങ്കിൽ അത് 4 കാർബൺ ആറ്റമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടണം. അപ്പോൾ ഓരോ കാർബൺ ആറ്റവും ഓരോ ഇലക്ട്രോണുകൾ വീതം ഷെയർ ചെയ്ത് പുറമെ ചുറ്റും എത്ര ഇലക്ട്രോൺ ആവും? 8 ഇലക്ട്രോൺ. ഇവിടെ എത്ര എണ്ണമായിട്ടേ ബോണ്ട് ചെയ്യുന്നുള്ളൂ? 3 എണ്ണമായിട്ടേ ബോണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 4ാമത്തെ ഇലക്ട്രോൺ എന്തായി? ഫ്രീ ആയി. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ലെയേഴ്സ്. പല ലെയറുകൾക്കിടയ്ക്ക് ഈ ഇലക്ട്രോണുകൾ 4ാമത്തെ ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ മൂവിങ് ഇലക്ട്രോൺ, ആ ഫ്രീ ഇലക്ട്രോൺ ആണ് ഗ്രാഫൈറ്റിന് എന്ത് പ്രോപ്പർട്ടി കൊടുക്കുന്നത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് വാൻഡർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ പല ലെയറുകളുണ്ടെന്ന് പറഞ്ഞു. ആ പല ലെയറുകൾക്കിടയ്ക്കും ചെറിയ വാൻഡർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി ഈ ലെയറുകളൊക്കെ പരസ്പരം ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. So each layer can slide over the other and hence it is soft and used as a good lubricant. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ ഉള്ളത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, വാൻഡർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഈ 2 ലെയറുകൾക്കിടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ ഒരു ലെയറിൻ്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് നീങ്ങുവാനുള്ള ഒരു കഴിവ് ആർക്ക് വരുന്നുണ്ട്? ഗ്രാഫൈറ്റിലെ കാർബണിൻ്റെ പല ലെയറുകൾക്ക് ഇടയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് നല്ല ഒരു ലൂബ്രിക്കൻ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്തൊക്കെയാണ് ഗ്രാഫൈറ്റിൻ്റെ എക്സെപ്ഷണൽ പ്രോപ്പർട്ടീസ്? ഗ്രാഫൈറ്റ്, ദോ ഇറ്റ് ഈസ് എ കോവാലൻ്റ് സോളിഡ്, ഇറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഹൗ? ദോ ഇറ്റ് ഈസ് എ കോവാലൻ്റ് സോളിഡ്, ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കൻ്റ്. ഹൗ? അപ്പോൾ ഇതിന് 2 എണ്ണത്തിനുള്ള എക്സെപ്ഷണൽ കാരണം എന്ന് പറയുന്നത് ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകതയാണ്, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഗ്രാഫൈറ്റിലിരിക്കുന്ന കാർബൺ ആറ്റത്തിന് 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് മാത്രമേ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് 4ാമത്തെ ഇലക്ട്രോൺ ഫ്രീ ആണ്. ആ ഇലക്ട്രോൺ ഇതിൻ്റെ പല ലെയറുകൾക്കിടയ്ക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള കഴിവുണ്ട്. ആ ഫ്രീ ഇലക്ട്രോണാണ് ഗ്രാഫൈറ്റിന് എന്ത് പ്രോപ്പർട്ടി കൊടുക്കുന്നത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറൻറ്റ് ലെയേഴ്സിലാണെന്ന് പറഞ്ഞു. ഈ 2 ലെയറുകൾക്കിടയ്ക്ക് പ്രവർത്തിക്കുന്ന ബലം എന്ന് പറയുന്നത് വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്, വാൻഡർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ലെയറിന് മറ്റൊരു ലെയറിൻ്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്യാനുള്ള കഴിവ് ലഭിക്കുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഗുഡ് ലൂബ്രിക്കൻ്റ്. ഓക്കെ.